എന്തുകൊണ്ട് 2021 സർക്കാരിനെ തിരിച്ചു കൊണ്ടുവന്നറിയോ? ഒറ്റ കാരണങ്ങളുണ്ടോ? ഈ സർക്കാരില്ലാതെ കോവിഡാണ്, സർക്കാരിൻ്റെ ആവശ്യങ്ങൾ വീട്ടിലേക്ക് ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ അവൻ എഫക്റ്റ് ചെയ്തു, അവന് ബോധ്യം വന്നു എന്താണ്, എനിക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണം, എനിക്ക് സാധനം മേടിക്കുന്നത് സർക്കാർ വേണം, എനിക്ക് മരുന്ന് കൊണ്ട് തരണമെങ്കിൽ സർക്കാർ വേണം, എനിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കിതാ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ആൾക്കാർ വരുന്നു. ഇതെല്ലാം അവൻ്റെ സ്വന്തം കാര്യങ്ങളായി അവന് തോന്നി. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇച്ഛാശക്തിയുള്ള ഒരു പിണറായി വിജയൻ. അന്നേരം അവന് തോന്നി. ആ പറയുന്ന സംവിധാനം കഴിഞ്ഞു. വളരെ ഷോർട്ട് മൈൻഡിനാണ്. മലയാളി എന്നല്ല, ഇപ്പോൾ സൗത്ത് ഇന്ത്യ, ഇപ്പോൾ തമിഴ്നാടിൻ്റെ കാര്യം കേരളത്തിൻ്റെ കാര്യം നോക്കി ഒരുപോലെയാണ്. ഷോർട്ട് മൈൻഡഡാണ് അവൻ. 2021 അവന് 108 ആംബുലൻസ് പറന്നു വന്നതും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അവന് ഫുഡ് മേടിച്ചു കൊടുത്തതും ഒക്കെ മറന്നുപോയി. ഇപ്പോൾ 2021 കഴിഞ്ഞ് 22 കഴിഞ്ഞ് 23 കഴിഞ്ഞ് 24 കഴിഞ്ഞ് 25 കഴിഞ്ഞു, 26 ആയപ്പോഴത്തേക്കും കോവിഡിനെ കുറിച്ചൊന്നുമില്ല. കാരണം അവനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും പിണറായി വിജയൻ ചെയ്തിട്ടില്ല. അവൻ നോക്കുന്ന എന്താണ്? അവൻ വടിയെടുത്ത് സാധാരണക്കാരനെ തല്ലുന്നത്. മനസ്സിലായോ? ഇതാ ബെൻസിൻ്റെ വണ്ടിയിൽ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്ന ഒരു കാരവനെടുത്ത് യാത്ര ചെയ്യുന്ന പിണറായി വിജയനെയും മന്ത്രിമാരെയും കാണുന്നു. അതല്ല കണ്ടത്. നോക്കുമ്പോൾ പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക്, ഇപ്പോൾ നിങ്ങളൊരു പാർട്ടി പ്രവർത്തകരോട് ചോദിച്ചോളൂ, ഒരു PB അംഗത്തിനെ നേരിട്ട് കണ്ടിട്ട് എത്ര നാളായി നിങ്ങൾ ചോദിച്ചോളൂ. ഒരു ഏരിയ സെക്രട്ടറിക്ക് മേലെയുള്ള ജില്ലാ സെക്രട്ടറി തുടങ്ങിയുള്ള ആൾക്കാരെ നേരിട്ട് കണ്ടിട്ട് എത്ര നാളായി എന്ന് ചോദിച്ചോളൂ. ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ നേരിട്ട് കണ്ട് എല്ലാവരും ഇന്നോവയിലായി. എന്തുകൊണ്ടാണ് ഇന്നോവയിലായിൽ? കാരണം ഒറ്റ കാര്യം കൊണ്ടുള്ളൂ, എല്ലാവർക്കും ബോർഡ്, കോർപ്പറേഷൻ സംവിധാനങ്ങളൊക്കെ കിട്ടി. എല്ലാ സംസ്ഥാന അംഗങ്ങളും ഏതെങ്കിലും സംവിധാനത്തിൻ്റെ ഭാഗമായി, എല്ലാ ജില്ലാ കമ്മിറ്റികളും പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാ സംവിധാനത്തിൻ്റെ ഭാഗമായി എല്ലാവരും സാധാരണക്കാരിലേക്ക് ഇറങ്ങി കുറഞ്ഞു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? നിങ്ങൾ പറയുമല്ലോ ഈ തീവ്ര ഹിന്ദുത്വം ഇവിടെയുള്ളപ്പോൾ എന്തിനാണ് മൃദു ഹിന്ദുത്വം എന്നത് ചോദിക്കുമല്ലോ. കോൺഗ്രസിനെ കുറിച്ച് അതാണല്ലോ ചോദിക്കുന്നത്. BJP ഇവിടെ തീവ്ര ഹിന്ദുത്വം നടത്തുന്ന സമയത്ത് എന്തിനാണ് അവിടെ മൃദു ഹിന്ദുത്വം നടത്തുന്നത് എന്ന് ചോദിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് കോർപ്പറേറ്റ് കമ്പനി നടത്താൻ വേണ്ടിയിട്ട് BJP കോൺഗ്രസ്സൊക്കെ ഇവിടെ ഉണ്ട്. നല്ല രീതിയിൽ അവർ വൃത്തിയായി ചെയ്തു കൊടുക്കും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് CPMൻ്റെ ആവശ്യമില്ലാന്നേ. നിങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വലിയ ഹോസ്പിറ്റൽ ഉണ്ടാക്കി, വലിയ റോഡ് ഉണ്ടാക്കി, വലിയ പാലങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾ നാഷണൽ ഹൈവേ ഇവിടെ പണിതു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ലോ ക്ലാസ് ഉണ്ടല്ലോ, ഏറ്റവും താഴെയുള്ള ലോ ക്ലാസ് എന്ന് പറഞ്ഞാൽ 20-25 ലക്ഷം വരുന്ന ലോ ക്ലാസ്, അവർക്ക് കാർ വേണ്ടേ നാഷണൽ ഹൈവേയിൽ കൂടെ ഓടിക്കാൻ? അവനെ സംബന്ധിച്ചും അത് ബാധിക്കുന്നില്ല. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വോട്ട് എവിടെയും പോയിട്ടില്ല, അവിടെ സംബന്ധിച്ചുകൊണ്ട്. പക്ഷേ നിങ്ങൾ അവരുടെ ഇറങ്ങി പണിയെടുക്കണമായിരുന്നു, അത് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ഫീൽ ആവുന്ന, അവരാണ് ഈ മൗത്ത് പബ്ലിസിറ്റി നടക്കുക. നിങ്ങൾ ഏത് കോർപ്പറേറ്റ് വീട്ടിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഏത് മുതലാളീൻ്റെ വീട്ടിലും ഉണ്ടാവും ഒരു തൊഴിലാളി. അവനാണ് വന്ന് പറഞ്ഞു കൊടുക്കുക, ഏത് അടുക്കളയിൽ വന്നിട്ട് പറയാം, ഇന്നലെ എനിക്ക് ഇത് കിട്ടിയിട്ടോ, ഇന്നലെ അതെനിക്ക് കിട്ടിയിട്ടോ, ഇന്നലത്തെ ഈ വിഷമം എനിക്ക് കിട്ടിയിട്ടോ. അപ്പോൾ അവരും കാണുന്നത് എന്താ അറിയോ? ഈ മുതലാളി വീട്ടിൽ 56 ഇഞ്ച് LED TV-യിൽ പിണറായി വിജയൻ്റെ സർക്കാർ മറ്റവൻ്റെ ഈ അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളിൻ്റെ മേലെ ഈ പറയുന്ന ലാത്തി വെച്ച് അടിക്കുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്.